മുഹമ്മദ് അലി പടിഞ്ഞാറ് വടക്കിൽ. അവതരണം സിദ്ദീഖ് ഉമ്മശ്ശേരി. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പഴയ ഡയറി ഒന്നുകൂടി എടുത്തു മറിച്ചു നോക്കി. മഴ നിർത്താതെ പെയ്യുകയാണ്. ശരീരത്തിനും മനസ്സിനും നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പഴയകാല ഓർമ്മകൾ മനസ്സിലേക്ക് ഓടി വരികയാണ്. ഹൈമവതിയും ഷൈനിയുമാണ് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ. വേറെയും സുഹൃത്തുക്കളുണ്ടെങ്കിലും ഇവരോടാണ് ഏറ്റവും അടുപ്പമുള്ളത്. ഷൈനിയും ഞാനും പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് സർഗ കോളേജിൽ ഒരേ ക്ലാസ്സിലാണ്. ഒരു ഞായറാഴ്ച ദിവസം വൈകുന്നേരം ഷൈനി ഫോൺ വിളിച്ചു പറഞ്ഞു, എടീ നിഷേ, ഇന്ന് എന്നെ പെണ്ണ് കാണാൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ വന്നിരുന്നു. വെളുത്ത് നീണ്ടു മെലിഞ്ഞ ഒരാൾ. എനിക്കയാളെ തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എടീ, നീ ഇപ്പോൾ തന്നെ കല്യാണത്തിനൊന്നും സമ്മതിക്കരുത്. ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് മതിയെന്ന് പറ നിന്റെ അച്ഛനോട്. സർഗ കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചേർന്നത് ദയാ കോളേജിലായിരുന്നു. 9ാം ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ച അക്ബറും ക്ലാസ്സിലുണ്ടായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൻ നന്നായി പഠിക്കുന്ന കുട്ടിയാണെങ്കിലും വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, അവനിപ്പോൾ കണ്ടത് മുതൽ ആ മുഖം മനസ്സിൽ നിന്ന് മായുന്നുണ്ടായിരുന്നില്ല. അവനെ കാണുന്തോറും ഇഷ്ടം കൂടിക്കൂടി വന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞു. പക്ഷേ അവൻ വെട്ടി തുറന്നു പറഞ്ഞു, ഇത് ശരിയാവില്ല. നമ്മൾ ഒരു നാട്ടുകാരാണ്. നമ്മൾ സമപ്രായക്കാരും. നിന്റെ അച്ഛൻ ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയുമാണ്. എങ്കിലും പിന്മാറാൻ ഞാൻ തയ്യാറായിരുന്നില്ല. ക്ലാസ് കഴിഞ്ഞാൽ അവൻ്റെ പിന്നാലെ പോകും. അവനോട് സംസാരിക്കാൻ ശ്രമിക്കും. എന്നാൽ അധികം സംസാരിക്കാൻ അവൻ കൂട്ടാക്കില്ല. എങ്കിലും എനിക്ക് അവനെ മറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. ഫസ്റ്റ് ഇയർ പരീക്ഷ കഴിഞ്ഞു. എന്താണെന്നറിയില്ല, അച്ഛൻ വിവാഹാലോചനകൾ തകൃതിയായി നടത്താൻ തുടങ്ങി. എനിക്കാണെങ്കിൽ പെട്ടെന്നുള്ള കല്യാണത്തിനോട് തീരെ താല്പര്യമില്ല. ഡിഗ്രിയും ബി.എഡും കഴിഞ്ഞു. സാവധാനം മതി കല്യാണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. 3 പേര് പെണ്ണ് കണ്ടുപോയി. അതൊന്നും പല കാരണങ്ങൾ കൊണ്ടും ശരിയാവാതെ പോയി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഞാൻ അലക്കുകയായിരുന്നു. ആ സമയത്താണ് വെളുത്ത് നീണ്ട ഒരാൾ പെണ്ണ് കാണാൻ വന്നത്. അയാളെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അലക്കിക്കൊണ്ടിരുന്ന അതേ വേഷത്തിൽ തന്നെയാണ് അവർക്ക് നാരങ്ങ വെള്ളം കൊണ്ടുകൊടുത്തത്. അയാൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെന്ന് അറിഞ്ഞപ്പോൾ അച്ഛന് ആ ബന്ധത്തിൽ താല്പര്യമായി. എൻ്റെ അനിഷ്ടം വകവെക്കാതെ കല്യാണം തീരുമാനിച്ചു. ഷൈനിയെ പെണ്ണ് കാണാൻ വന്നയാൾ തന്നെയാണ് അതെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഷൈനിയോട് ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞ എൻ്റെ കല്യാണം അങ്ങനെ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ഇഷ്ടമാവാത്ത ആളെ കല്യാണം കഴിക്കേണ്ടി വന്നതിനാലും ഭാവിയെപ്പറ്റിയുള്ള പ്രതീക്ഷകൾ വാടിക്കരിഞ്ഞു പോയതിനാലും വളരെ സങ്കടകരമായ നാളുകളിലൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഗർഭിണിയായതോടുകൂടിയാണ് സന്തോഷങ്ങൾ കുറച്ച് വന്നു ചേരാൻ തുടങ്ങിയത്. ആദ്യത്തെ കുട്ടി പിറന്നതോടുകൂടി ഭർത്താവിനോട് കുറച്ചൊക്കെ സ്നേഹം തോന്നി തുടങ്ങി. പിന്നീട് 2 കുട്ടികൾ കൂടി ജീവിതത്തിലേക്ക് കടന്നു വന്നു. 3 ആൺകുട്ടികൾ. ദുഃഖങ്ങൾ എല്ലാം മറന്ന് സന്തോഷത്തിൻ്റെ ദിനങ്ങൾ. അപ്പോഴേക്കും ഭർത്താവിനെ പരമാവധി സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു. കുട്ടികൾ കുറച്ച് വലുതായപ്പോൾ ഡിഗ്രി പൂർത്തിയാക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം ഭർത്താവിനെ അറിയിച്ചു. ആദ്യം കുറച്ച് എതിർപ്പൊക്കെ പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് ഭർത്താവിൻ്റെ സമ്മതത്തോടെ ഡിഗ്രിയും ബി.എഡും നേടി എൻട്രൻസ് കോച്ചിങ്ങിന് പോയി. PH എഴുതി
ഗവൺമെൻറ് സ്കൂളിൽ ടീച്ചറായി ജോലിക്ക് കയറി. സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോകുന്നിടയിലാണ് അത് സംഭവിച്ചത്. സ്ഥലം മാറ്റം കിട്ടി സ്കൂളിലേക്ക് വന്ന അധ്യാപകനെ കണ്ടപ്പോൾ ശരീരം തളരുന്നതായി തോന്നി. അക്ബറായിരുന്നു അത്. നിഷ ടീച്ചർ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഒരുപാട് കാലമായല്ലോ കണ്ടിട്ട്. അക്ബർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്തോ ഒരു വിറയും ശരീരത്തിന് ബാധിച്ചതുപോലെ. ഒരു തോന്നൽ എങ്ങനെയോ മറുപടി പറഞ്ഞൊപ്പിച്ചു. സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയിട്ടും